കൃഷി ഇറക്കാൻ ആളില്ല. കൊടുങ്ങല്ലൂരിന്റെ പൊക്കാളി പെരുമ പടിയിറങ്ങുന്നു. മധ്യകേരളത്തിന്റെ തനത് നെല്ലിനമായ പൊക്കാളി പ്രകൃതിദത്തമായ കൃഷിരീതിയിലൂടെ വിളയിച്ചെടുക്കുന്ന നെല്ലാണ്. ഉപ്പുവെള്ളം കയറുന്ന പാടശേഖരത്തിലാണ് ഇത് കൃഷി ചെയ്യുന്നത്. ഒരു തവണ നെല്ലും അടുത്ത തവണ ചെമ്മീനും കൃഷി ചെയ്യുകയാണ് പതിവ്. കൊടുങ്ങല്ലൂരിലെ പുല്ലൂറ്റ് നാരായണമംഗലം പ്രദേശം പൊക്കാളി കൃഷിക്ക് പ്രശസ്തമായിരുന്നു. എന്നാൽ കഴിഞ്ഞ 2 വർഷമായി ഇവിടങ്ങളിൽ പൊക്കാളി കൃഷി ഇറക്കാൻ ആളില്ലാത്ത അവസ്ഥയാണ്. 360 ഹെക്ടർ പ്രദേശത്താണ് ഇവിടെ പൊക്കാളി കൃഷി ചെയ്തു വന്നിരുന്നത്. യന്ത്രസഹായമില്ലാതെ പരമ്പരാഗത രീതിയിൽ നിലമൊരുക്കിയാണ് കൃഷി ഇറക്കുന്നത്. പൊക്കാളി നെല്ലിന്റെ അരിക്ക് രുചിയും ഔഷധ ഗുണവും ഏറെയാണ്. 6 മാസമാണ് പൊക്കാളി കൃഷിയുടെ കാലപരിധി. മൂപ്പെത്തിയ നെൽച്ചെടി ഏതാണ്ട് 4 അടിയോളം ഉയരത്തിൽ വളരും. മികച്ച ഉൽപാദനക്ഷമതയും പൊക്കാളിയുടെ സവിശേഷതയാണ്. പൊക്കത്തിൽ ആളി നിൽക്കുന്നതുകൊണ്ടാണ് പൊക്കാളി എന്ന പേര് വന്നത്. ലവണാംശമുള്ള മണ്ണിലും വളരാനും വിളയാനും കഴിയുന്ന പൊക്കാളി നെല്ലിന് വെള്ളപ്പൊക്കവും വെള്ളക്കെട്ടും അതിജീവിക്കാനുമുള്ള കഴിവുമുണ്ട്. മഴക്കാലത്ത് വെള്ളത്തിൽ മൂടിക്കിടന്നാലും ഈ നെൽച്ചെടി ചീഞ്ഞു പോകില്ല. വെള്ളം വാർന്നു പോകുന്നതോടെ പഴയ കരുത്തോടെ ഉയർന്നു നിൽക്കും. കാലാവസ്ഥയെ അടിസ്ഥാനമാക്കി മാത്രം കൃഷി ചെയ്യാൻ കഴിയുന്ന കാർഷിക വിളയാണിത്. കൃഷി ചെയ്യാനായി ജൈവരാസവള പ്രയോഗമോ ജൈവരാസ കീടനാശിനി പ്രയോഗമോ വേണ്ട എന്നതാണ് പൊക്കാളി കൃഷിയുടെ മറ്റൊരു സവിശേഷത. വിഷുവിന് ശേഷം പൊക്കാളി പാടങ്ങളിൽ ചെമ്മീൻ കെട്ടുകളുടെ കാലാവധി അവസാനിക്കുകയാണ് പതിവ്. അതോടെ മത്സ്യകൃഷി അവസാനിക്കും. തുടർന്ന് പൊക്കാളി നെൽകൃഷി ആരംഭിക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങും. എന്നാൽ ഇന്ന് പൊക്കാളി കൃഷി അന്യം നിൽക്കൽ ഭീഷണിയുടെ നിഴലിലാണ്. പുല്ലൂറ്റ് നാരായണമംഗലം പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്ന പൊക്കാളി പാടശേഖരങ്ങൾ ഇന്ന് കാലാവസ്ഥാ വ്യതിയാനവും പ്രവർത്തനത്തിനുള്ള ചെലവും അധികരിച്ചതുകൊണ്ട് കഴിഞ്ഞ 2 വർഷമായിട്ട് പൂർണ്ണമായിട്ടും ആ കൃഷി ഇല്ലാതായി. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നഗരസഭ പദ്ധതി നിർവഹണത്തിൻ്റെ ഭാഗമായിട്ട് കൃഷി പരിപോഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഫണ്ടുകൾ മാറ്റിവെച്ച ഒരവസരത്തിൽ ഒരുപക്ഷെ കർഷകർക്ക് ചെറിയ രീതിയിലുള്ള ആനുകൂല്യങ്ങളെങ്കിലും ലഭിച്ചിരുന്നു. ഇപ്പോൾ പൊതുവിൽ അത്തരത്തിലുള്ള കൃഷി ഇല്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു ആ പദ്ധതി പ്രവർത്തനത്തിൽ ഫണ്ട് മാറ്റിവെക്കുന്ന ഒരു പ്രക്രിയ നടക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. വികസനത്തിന്റെ പേരിൽ പാടങ്ങൾ ഇല്ലാതായതും ആധുനിക ചെമ്മീൻ കൃഷിയിലേക്ക് കർഷകർ കൂടുതലായി ശ്രദ്ധ തിരിച്ചതുമാണ് പൊക്കാളി കൃഷി ഇല്ലാതാകാൻ പ്രധാന കാരണം. മധ്യകേരളത്തിന്റെ പൈതൃക പാരമ്പര്യം പേറുന്ന പൊക്കാളി കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ തലത്തിൽ നടപടികളില്ലാത്തതും ഈ കൃഷിരീതിയെ തളർത്തിയിട്ടുണ്ട്. തൃശൂർ ജില്ലയുടെ തെക്കൻ മേഖലയിലും എറണാകുളം ജില്ലയുടെ വടക്കൻ മേഖലയിലുമാണ് പൊക്കാളി കൃഷി നടന്നു വന്നിരുന്നത്. കൊടുങ്ങല്ലൂരിൽ പൊക്കാളി കൃഷി ഇറക്കൽ ഇല്ലാതായതോടെ നാടിന്റെ കാർഷിക പെരുമ നഷ്ടപ്പെടുന്ന അവസ്ഥയാണുള്ളത്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ.